ഹലോ ഹായ് നമസ്കാരം, ചായക്കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു മലയാളിക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി ഗ്രാമാന്തരങ്ങളിലും മലമ്പാതകളിലെ വളവുകളിലും നഗരത്തിരക്കുകളിലും ഒരു വികാരമായി പായുന്ന ആ കുട്ടിക്കുറുമ്പനെ കുറിച്ചാണ്. അതെ, നമ്മുടെ സ്വന്തം KSRTCയെ കുറിച്ച്, നമ്മുടെ ആനവണ്ടിയെക്കുറിച്ച്. ചായ കുടിച്ച് ഒരു കഥ പറയാം. ചായക്കഥയിലേക്ക് സ്വാഗതം. നമ്മുടെ KSRTCയുടെ ചരിത്രം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പേ തുടങ്ങുന്നുണ്ട്. ഒരു രാജകീയ ചരിത്രമാണ് നമ്മുടെ ഈ ആനവണ്ടിക്കുള്ളത്. കഥ തുടങ്ങുന്നത് 1938 ഫെബ്രുവരി 20-നാണ്. അന്ന് ഇത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC ആയിരുന്നില്ല, മറിച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് TSTD ആയിരുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. അന്ന് ദിവാനായിരുന്നത് സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിലെ അസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായിരുന്ന EG സാൾട്ടർ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു ഈ സംരംഭത്തിന്റെ TSTDയുടെ മേൽനോട്ടം വഹിച്ചത്. തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ആദ്യ സർവീസ് ആരംഭിച്ചത്. രാജകുടുംബാംഗങ്ങളുമായി EG സാൾട്ടർ തന്നെയായിരുന്നു ആദ്യ ബസ് ഓടിച്ചത്. ആദ്യ സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ആയിരുന്നു. തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത 60 കൊമേഴ്സ് PNF 3 ബസ് ഷാസികളായിരുന്നു ഉണ്ടായിരുന്നത്. ബോഡി മുഴുവൻ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ തേക്ക് തടിയും സീറ്റുകൾ ലെതറും ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി പണിതു. അന്നത്തെ ബസ്സുകാരുടെ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം, ഒരു രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു. 1949 കൊച്ചിയിലേക്കും 1986 മലബാറിലേക്കും സർവീസുകൾ വ്യാപിപ്പിച്ചു. 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 2-ാം അധ്യായത്തിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് എങ്ങനെയാണ് TSTD മാറിയത് എന്ന് കേൾക്കാം. നന്ദി, നമസ്കാരം.